മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അതേസമയം ലേഖയോടും അനന്തനോടും പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, ഇനി കുഞ്ഞിനെ നീ തന്നെ നോക്കണം. പക്ഷേ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകേണ്ടി വരും, കാരണം കുഞ്ഞിനെ ഒന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ സമയത്ത് ഞങ്ങൾ വിളിച്ചു പറയും, നിങ്ങൾ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവന്നാൽ മതി എന്ന് പറയണ്ടോ. അതിനുശേഷം അവർ ഓഫീസിലേക്ക് പോവുകയാണ്. ലേഖയ്ക്ക് അതിഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്, കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടുകയാണല്ലോ. പിന്നീട് ലേഖ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കളിപ്പിക്കുകയാണ്. ആ സമയം ജാനമ്മയോട് ജാനമ്മയുടെ മരുമോള് പറയുന്നുണ്ട്, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ആ പ്രതാപം മഹാമോശമാണ്. അമ്മയുടെ മോനാണ് ആശുപത്രി കിടക്കുന്നത്, അല്ലാതെ വേറെ വല്ലവരുടെയും കുഞ്ഞിനെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് ആദ്യം പോവും, അത് ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് മരുമോൾ ഒരുപാട് രമണി അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യണം കേട്ടോ. മനസ്സോട് കൂടിയിട്ട് ജാനമ്മ ശരിയെന്ന് ഏൽക്കുകയാണ്. പിന്നീട് ജാനമ്മ അങ്ങോട്ടേക്ക് വരികയാണ്, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ് കേട്ടോ. ലേഖയും ജാനമ്മയും കൂടി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതുപോലെ കുഞ്ഞിനെ പാല് കൊടുക്കുകയും കുളിപ്പിക്കുകയും എല്ലാം ചെയ്യണം കേട്ടോ. അതേസമയം പ്രതാപൻ ജാനമ്മയോട് 2-3 പ്രാവശ്യം വിളിച്ച് ഫോൺ ചെയ്യുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് ചെയ്യാം എന്ന് ജാനമ്മ പറയണം കേട്ടോ. പിന്നീട് ലേഖ എന്തോ അകത്ത് പോയിരിക്കുമ്പോൾ കുഞ്ഞിനെ ഉറക്കാം ഞാൻ എന്ന് പറഞ്ഞിട്ട് ജാനമ്മ കുഞ്ഞിനെ പാല് കൊടുത്ത് തൊട്ടിലിൽ കൊണ്ടുവന്നിട്ട് ഹാളിൽ കൊണ്ടുവന്നിട്ട് ഉറക്കുകയാണ് കേട്ടോ. കുഞ്ഞ് ഉറങ്ങിയ ശേഷം പ്രതാപനെ വിളിച്ച് പറയുകയാണ് ജാനമ്മ, ഞാൻ കുഞ്ഞിനെ പുറത്ത് ഹാളിൽ കൊണ്ടുവന്ന് ഉറക്കിയിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് എടുക്കാമെന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മതി, ഇത്രയും ചെയ്താൽ മതി എന്ന് പറയണം. പിന്നീട് ജാനമ്മകത്ത് പോയിട്ട് ഭയങ്കര വിഷമമായിട്ട് കരയാണ്. അതേസമയം ആ ഒട്ടുപാല അങ്ങോട്ടേക്ക് വരികയും ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്നും പുറത്ത് പോവുകയും ചെയ്യണം കേട്ടോ. അതിനുശേഷം പ്രതാപൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കൊടുക്കുകയാണ് കേട്ടോ. പ്രതാപന് എന്ത് ചെയ്യണമെന്നറിയാതെ അതിനെ കൊല്ലണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതാപന് തക്കതായ ശിക്ഷ ആ ദേവി കൊടുക്കുകയാണ് കേട്ടോ. ഇനി പ്രതാപൻ്റെ കൊട്ടിക്കലാശം നമുക്ക് കാണാം. ആ കുഞ്ഞിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള സത്യം നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാം. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.